പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളത് മേഖലയിലെ എല്ലാ ആളുകളും കാത്തിരിക്കുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ വാഷിംഗ്ടൺ പോസ്റ്റുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയാനുള്ളത്. അമേരിക്ക 1000-ഓളം അഡീഷണൽ ട്രൂപ്സിനെ കൂടി മേഖലയിലേക്ക് അയക്കാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് വാഷിംഗ്ടൺ പോസ്റ്റ് നൽകുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്ഥിരീകരിക്കാനോ അതിലൊരു ക്ലാരിറ്റി വരുത്താനോ റോയിറ്റേഴ്സ് വാർത്താ ഏജൻസിയെ പോലുള്ളവർ തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. എങ്കിലും വാഷിംഗ്ടൺ പോസ്റ്റിന്റെ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരു ഡീലുമായി ബന്ധപ്പെട്ട ചർച്ചകളും കാര്യങ്ങളും ഒക്കെ അമേരിക്ക ഒരു വശത്തുകൂടി നടത്തുമ്പോഴും ട്രൂപ്പിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ അത് കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസിന് നൽകിയൊരു അഭിമുഖമാണ് ഇപ്പോൾ വാർത്തകൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിൽ അദ്ദേഹം ചൈനയുടെ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെതിരെ പരസ്യമായൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഇറാന് കൂടുതൽ ആയുധങ്ങൾ ചൈനയാണ് നൽകുന്നത്, ഇങ്ങനെ ആയുധങ്ങൾ നൽകുന്നത് നിർത്തിവെക്കൂ എന്നാണ് ഷീ ജിൻപിങ്ങിനോട് നേരിട്ട് US പ്രസിഡന്റ് ആവശ്യപ്പെടുന്നത് ഈ അഭിമുഖത്തിലൂടെ. എന്നാൽ ചൈന അക്കാര്യം നിഷേധിക്കുന്നതും നമുക്കിന്ന് കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇതിനിടെ ഫിനാൻഷ്യൽ ടൈംസ് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് ചൈനീസ് സ്പൈസ് സാറ്റലൈറ്റിന്റെ സഹായം കൃത്യമായി ഇറാന് ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. US-ന്റെ പ്രധാനപ്പെട്ട താല്പര്യ കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന് കൃത്യമായി നിർണ്ണയിക്കാൻ ചൈനീസ് സ്പൈസ് സാറ്റലൈറ്റിന്റെ സഹായം ഇറാന് ലഭിച്ചു എന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. ചൈന അതും നിരാകരിച്ചിട്ടുണ്ട്. അപ്പോൾ അമേരിക്കയുടെ സംശയം കൃത്യമായ ചൈനയുടെ സഹായം ഇറാന് പല ഘട്ടങ്ങളിലും ലഭിച്ചു എന്ന് തന്നെയാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് ഈ മാധ്യമങ്ങളെല്ലാം പുറത്തുവിടുന്നത്. US പ്രസിഡന്റ് നേരിട്ട് തന്നെ ഷീ ജിൻപിങ്ങിനോട് ആയുധങ്ങൾ നൽകരുത് ഇറാന് എന്നുള്ള ആവശ്യം ഉന്നയിക്കുന്നതിനെ അത്ര ചെറുതായി കാണാൻ കഴിയുന്ന ഒരു കാര്യവുമല്ല. ഇന്നിപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടന്നിട്ടുണ്ട്, ടെലിഫോൺ ചർച്ച നടന്നിട്ടുണ്ട്. UAE-യുടെ വൈസ് പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മൻസൂർ ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗലിഗ്ബാഫുമായിട്ടാണ് ടെലിഫോൺ ചർച്ച നടന്നത്. മേഖലാ വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്തത് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തലങ്ങളിലാണ് ചർച്ച നടന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. ഹോർമൂസ് കടലിടുക്കിൽ അമേരിക്ക നേവൽ ഉപരോധം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസത്തെ വലിയ വാർത്തകളിൽ ഒന്നായിരുന്നല്ലോ. അപ്പോൾ ഇറാൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്, ഇറാന്റെ മിലിറ്ററി ഇപ്പോൾ വ്യക്തമാക്കുന്നത്, ഹോർമൂസ് കടലിടുക്കിൽ തങ്ങളുടെ കമേഴ്ഷ്യൽ വെസലുകൾക്കും എണ്ണ ടാങ്കറുകൾക്കും അസ്വസ്ഥതയുണ്ടാക്കിയാൽ ഒരു തരത്തിലുള്ള വ്യാപാരവും മേഖലയിൽ അനുവദിക്കില്ല എന്നുള്ളതാണ്. പേർഷ്യൻ ഗൾഫ് വഴി, ചെങ്കടൽ വഴി, ഒമാൻ കടൽ വഴിയുള്ള എല്ലാ വിധത്തിലുള്ള ട്രേഡ് നീക്കങ്ങളും തങ്ങൾ തടയും എന്ന് ഇറാൻ മിലിറ്ററി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ അവരുടെ സ്റ്റേറ്റ് ടെലിവിഷനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതും ഇന്ന് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട വാർത്തകളിൽ ഒന്നായിട്ട് മാറുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പീസ് ഡീലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം എല്ലാ തലങ്ങളിലും ഉണ്ട്. അപ്പോൾ നേരത്തെയുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് വ്യാഴാഴ്ച ഇസ്ലാമാബാദിൽ പുതിയ ചർച്ചകൾ നടക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. അപ്പോൾ ആ ചർച്ചകളുടെ കാര്യത്തിൽ ചില അവ്യക്തതകൾ ഇപ്പോൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിപ്പോൾ പാകിസ്ഥാന്റെ ഒരു ഉന്നതതല ഡെലിഗേഷൻ ഇറാനിൽ എത്തുകയാണ്. അപ്പോൾ അവരതുമായി ബന്ധപ്പെട്ട ഫർദർ നീക്കങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ നടത്തുമെന്നുള്ള റിപ്പോർട്ടുകളും ഇന്ന് വരുന്നുണ്ട്. പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് തൽക്കാലം വെടിനിർത്തൽ പോലെയുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ടെങ്കിലും വലിയ ആശങ്കകളുടെ ഒരു ഘട്ടം നീങ്ങിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ആശാസ്യമായ രീതിയിൽ ചർച്ചകൾ നടക്കട്ടെ, കാര്യങ്ങൾ പുരോഗമിക്കട്ടെ എന്നുള്ളതാണ് എല്ലാ ആളുകളും പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ ഒരു വെടിനിർത്തലും പിന്നീട് ഇപ്പോൾ ഒരു ചർച്ചകൾ നടക്കുമെന്നുള്ള റിപ്പോർട്ടുകളും ഒക്കെ വന്നതോടെ വിപണികളെല്ലാം ഉയർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഉണർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്, പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എണ്ണവില സ്റ്റഡിയായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇപ്പോൾ ബാരലിന് $95 ഇപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില രേഖപ്പെടുത്തുന്നത്. ഇപ്പോൾ ഏഷ്യൻ ഓഹരി വിപണികളിലടക്കം ഉണർവിന്റെ ദിവസങ്ങളാണ് ഈ കുറച്ച് ദിവസങ്ങൾ, കഴിഞ്ഞ ദിവസം ഇന്നുമൊക്കെ നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം നല്ല രീതിയിൽ പോസിറ്റീവ് നോട്ടോടുകൂടി ചർച്ചകളുടെ ഒരു സാഹചര്യം ഒരുങ്ങട്ടെ, സമാധാനത്തിന്റെ ഒരു അന്തരീക്ഷം ഒരുങ്ങട്ടെ എന്നുള്ളതാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം.